മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുന്ന മാർച്ചിന് ഡൽഹി പോലീസ് അനുമതി കൊടുത്തില്ല. പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. ചൂലെടുത്ത രാഷ്ട്രീയം നന്നാക്കാനിറങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് വല്ലാത്ത പ്രതിസന്ധിയാണ് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിട്ടു. ഇ ഡിക്ക് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ആദ്യം ഞാൻ ഈ മുഖ്യമന്ത്രി ഉത്തരവിനെക്കുറിച്ച് ചോദിക്കാം. ഇ ഡി കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളിന് ഉത്തരവിടാമോ എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. നിശബ്ദമാണ്. കാര്യം ഭരണഘടന എഴുതിയ ആളുകൾക്കൊന്നും ഒരു മുഖ്യമന്ത്രി അകത്ത് കിടന്നുകൊണ്ട് ഭരിക്കും എന്ന പ്രതീക്ഷയില്ലായിരുന്നു. അവരുടെ ഭാവനാവിലാസത്തെ പോലും അതിജീവിച്ചു പോകുന്നു ആം ആദ്മി പാർട്ടി. വിവരങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് SKN. ജയിലിൽ കിടന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഉത്തരവ് ഇടാമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിൻ്റെ ധാർമ്മികത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് BJP. എങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ തുടർച്ചയായി ഉത്തരവ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഉത്തരവ് ഇന്ന് രാവിലെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡൽഹി ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്തരവ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത് എന്ന് ആം ആദ്മി പാർട്ടി തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. ആദ്യ ഉത്തരവ് ഇറക്കിയത് വലിയ വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാമതും അത് തനിക്ക് വീണ്ടും സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ്. ആദ്യ ഉത്തരവ് ജലവകുപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഉത്തരവ് കെജ്രിവാളിന് ജയിലിൽ യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു പ്രിന്റ് ചെയ്തിറക്കിയ ഉത്തരവ് എങ്ങനെ സാധ്യമായി എന്നുമുള്ള ഒരു സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രകടിപ്പിച്ചിരുന്നു. അക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിന് ഇടെയാണ് രണ്ടാമതൊരു ഉത്തരവ് കൂടി കെജ്രിവാൾ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആം ആദ്മി പാർട്ടി വിശദീകരിക്കുന്നത് SMS ആയി പോലും ഉത്തരവ് ഇറക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതേസമയം വലിയ പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ ഇന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം ഇവിടെ നിന്നും ഒരു പ്രതിഷേധ മാർച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് നടത്താനും അവിടെ ഘരാവോ ചെയ്യാനുമാണ് ആഹ്വാനം. എന്നാൽ ഈ പരിസരം മുഴുവനായി നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി. ഇതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഒത്തുചേരുന്ന സ്ഥലം മാറ്റിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി. പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷന് സമീപം ഒത്തുചേർന്ന് അവിടെ നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങാനാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന ആഹ്വാനം. ഇത് കണക്കാക്കിക്കൊണ്ട് പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഡൽഹി മെട്രോയുടെ 3 മെട്രോ സ്റ്റേഷനുകൾ, ഈ പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷൻ, ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മാർഗ് മെട്രോ സ്റ്റേഷൻ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷൻ എന്നിവ അടച്ചിരിക്കുകയാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ. ഒപ്പം പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 റോഡുകളിൽ, തുഗ്ലക് റോഡ് അടക്കമുള്ള 3 റോഡുകളിൽ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് പോലീസ്. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. വീണ്ടും നമ്മുടെ ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രി ഉത്തരവിറക്കിയിരിക്കുന്നു. ജയിലിൽ കിടന്ന ഒരാൾക്ക് രാജ്യം ഭരിക്കാമോ എന്ന ചോദ്യത്തിനൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. അതൊക്കെ പ്രായോഗികമായി വന്നിരിക്കുന്നു. ഭരണഘടനാ ശില്പികൾ പോലും ആലോചിക്കാത്തൊരു കാര്യമാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.